മോളെ, നീ എന്താ ഒന്നും കഴിക്കാതെ പോകുന്നത്? കുറച്ച് കഴിച്ചു, വിശപ്പില്ലായിരുന്നു. കുറേ ദിവസമായല്ലോ നിനക്കിങ്ങനെ വിശപ്പില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട്. നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയാലോ? ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല അച്ഛാ. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ മനസ്സിനാണോ? മനസ്സിന് എന്തെങ്കിലും വിഷമം തട്ടിയാലും ഇങ്ങനെ വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാവും. അച്ഛനോട് പറ മോള്, എന്താ എൻ്റെ മോൾക്ക് പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല അച്ഛാ. മോൾ അങ്ങനെ പറയരുത്. ജനിച്ചപ്പോൾ മുതൽ മോൾ അച്ഛൻ കാണുന്നതല്ലേ. നിന്റെ ഓരോ മാറ്റവും അച്ഛന് മനസ്സിലാവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോൾക്ക് പ്രകടമായ മാറ്റങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പലതവണയായി ഞങ്ങൾ അക്കാര്യം ചോദിക്കുന്നത്. ചെറുപ്പം മുതൽ മോളുടെ ഏത് ആവശ്യങ്ങളും നിറവേറ്റി തന്ന മോളെ ഞങ്ങൾ വളർത്തിയത്. ഇപ്പോൾ മോള് വളർന്ന് വലിയൊരാളായി. ഇനിയും മോളുടെ പ്രയാസങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഞങ്ങളെക്കൊണ്ടാവില്ലെന്ന് കരുതിയിട്ടാവും നീ ഒരു കാര്യം ഞങ്ങളോട് പറയാത്തത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും പരാതിയൊന്നുമില്ല. ഒക്കെ മോളുടെ ഇഷ്ടം. നീ നിന്റെ ആഗ്രഹങ്ങൾ ഞങ്ങളോട് പറയാറില്ലെങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിന്നോട് പറയാതിരിക്കാനാവില്ലല്ലോ. അച്ഛനെന്താ അന്യരോട് സംസാരിക്കുന്ന പോലെ? അച്ഛനും അമ്മയ്ക്കും എന്ത് കാര്യം എന്നോട് സംസാരിക്കാനുള്ള അധികാരം, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെന്താ? അതുകൊണ്ടാ ഞങ്ങളിപ്പോ ഈ കാര്യം നിന്നോട്. ഓ, അവൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി ഉദിച്ചല്ലോ. ആ, ഓരോന്നിനും ഓരോ കാലമുണ്ടല്ലോ. അവള് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കണ്ട. നമ്മൾ തീരുമാനിക്കുന്ന ആരായാലും അവൾക്ക് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. അതൊരു സമാധാനം തന്നെയാ. സത്യം പറയാലോ, ഇത്രയും നാളും അവൾ ഇങ്ങനെ ഒഴുപ്പിക്കളിച്ചപ്പോ ഞാൻ കരുതിയത് അവൾക്ക് ആരുമായിട്ടും അടുപ്പമുണ്ടെന്നാ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. താൻ വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടുന്നതിന്റെ കുഴപ്പമാ. വിശ്വട്ടാ, നമുക്ക് രാവിലെ തന്നെ പോയാലോ? എങ്ങോട്ട്? ആ ഹരിസാറിന്റെ വീട്ടിലോട്ട്. മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പാതി വഴി നിർത്തിയതല്ലേ. താൻ എന്ത് വിട്ടുത്തരവായി പറയുന്നത്? നേരെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? ഹരിക്ക് കല്യാണത്തിന് താല്പര്യമുണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ വിശ്വട്ടന്റെ പരിപാടി? മോളുടെ കൂട്ടുകാരി ആ സുനന്ദ ടീച്ചറല്ലേ, അവരെ കൊണ്ട് ഹരിയോട് ചോദിപ്പിക്കാം. ഹരിക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ. എന്തായാലും കൊള്ളാം. പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം. എപ്പോഴാ അവളുടെ മനസ്സ് മാറുന്നറിയില്ല. അതിനു മുമ്പ് നടത്തണം. ഓരോന്നിനും ഓരോ കാലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നടക്കും. അയ്യോ ടീച്ചർ, അവിടെ കുഴി, ഇവിടെ മതില്, തിരിച്ചു പോവാ. ടീച്ചറായിരുന്നോ? എന്താ ചിന്ന, നീയും പഠനം നിർത്തിയോ? നിർത്തിയല്ലേ ടീച്ചറെ, പണിത്തിരക്കും ഉണ്ടാ. പാടത്തുനിന്ന് പണി കഴിഞ്ഞ് കയറുമ്പോ താമസിക്കും, അതുകൊണ്ടാ. സാർ വായിരിക്കും. എന്താ സാർ, പ്രശ്നം വല്ലതും? വെങ്കിട്ടരാമ സാറ് മേല് ചെക്ക് ചെയ്തില്ല അല്ലേ? ഇല്ല, ഇപ്പൊ നോക്കിയില്ല. രാവിലെ വന്നപ്പോ നോക്കി, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഇപ്പോഴാ ഇൻഡാസ് വന്നത്. കോപ്പി സാറിനും ഉണ്ട്. എന്താ വിഷയം? വിഷയം വിശ്വനാഥ് സാറിന്റെ കേസ് തന്നെ. ഇപ്പോ പുതുതായി അതിലെന്താ? ലീഗൽ അഡ്വൈസറുടെ അഭിപ്രായം അറിയിച്ചിരിക്കുക. വിശ്വനാഥ സാറിനെ പ്രതിയാക്കി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ബാങ്കിന് നഷ്ടപ്പെട്ട പണം കോടതി വഴി ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അതൊരു വലിയ ചതിയാവൂല്ലോ. കേസ് കൊടുത്താ അറസ്റ്റൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും വലിയ തുകയുടെ തിരിമറിയല്ലേ? അതാ ഞാനും ആലോചിക്കുന്നത്.
എന്താണൊരു പോംവഴി? ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിശ്വനാഥൻ സാറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യുകയും ചെയ്യും. അയ്യോ, അതൊക്കെ ആ പാവത്തിന് താങ്ങാനാവോ? മനസ്സറിയാത്ത കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരികയെന്ന് പറഞ്ഞ ആര് സഹിക്കും? സാറ് തന്നെ ഒരു മാർഗം കണ്ടുപിടിക്കും. ഇക്കാര്യം അങ്ങേരോട് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ വേറൊരു മാർഗം ആലോചിക്കുന്നേ. കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ബ്രാഞ്ച് മാനേജർ എന്ന നിലയിൽ വെങ്കട്ടരാമൻ സാറാ. അയ്യോ, ആ പാവം എന്റെ തലയിലാണോ? മോളെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? കുറച്ചു നാൾ കൂടിയല്ലേ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കില്ലെന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നേ. നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ച കാര്യമാണോ മോൾ ഉദ്ദേശിക്കുന്നത്? അതിനിത്ര വിഷമിക്കാനെന്നിരിക്കുന്നു. എപ്പോഴായാലും വേണ്ടതല്ലേ. കല്യാണം കഴിക്കാതെ സന്യസിക്കാനൊന്നും നിനക്ക് പ്ലാനില്ലല്ലോ. മുൻപൊക്കെ അമ്മ കല്യാണക്കാര്യം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തുമ്പോൾ നിന്റെ പക്ഷം പിടിച്ചിരുന്നത് അച്ഛനല്ലേ. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ മറിച്ച് ചിന്തിക്കുന്നതെന്നും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഭാഗ്യക്കേടിന് എനിക്ക് വല്ല ജയിൽ ശിക്ഷയും കിട്ടിയാൽ നിന്റെ അമ്മയുടെയും ജീവിതം ദുരിതത്തിലാവും. അതിനു മുമ്പേ നിന്നെ യോഗ്യനായ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ മനസ്സമാധാനത്തോടെ ജയിലിലാണെങ്കിലും കഴിയാമല്ലോ. ഭയപ്പാടില്ലാതെ നിങ്ങൾക്കും ജീവിക്കാം. ഇതൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ കല്യാണക്കാര്യത്തിന് നിർബന്ധിക്കുന്നത്. വേറൊരു കാര്യം കൂടി എനിക്ക് മോളോട് പറയാനുണ്ട്. എൻ്റെ മകളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരുപാട് സ്വഭാവ സവിശേഷതകൾ നിനക്കുണ്ട്. എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റമാണ് അതിൽ പ്രധാനം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്റെ ആ ചങ്കൂറ്റത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടോ എന്ന് അച്ഛനൊരു സംശയം. മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു പ്രവണത നിനക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. കാരണം എന്തായാലും അതെന്റെ മോളുടെ സ്വഭാവത്തിന് ചേർന്നതല്ല. നീയൊരു തൊട്ടാവാടിയാണെന്ന് എന്തിനു മറ്റുള്ളവരെ അറിയിക്കണം? ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനു മുന്നിൽ തൻ്റെ ഇടത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന അല്ലിയാണ് അച്ഛനിഷ്ടം. അല്ലാതെ ജീവിതം ഇവിടെ തീർന്നു എന്നുള്ള മട്ടിൽ നിരാശയോടെ ഒതുങ്ങിക്കൂടുന്ന അല്ലിയെ അല്ല. അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ലോ മോൾക്ക്? മനസ്സിലായ അച്ഛാ. ആ, എന്നാലേ മുഖമൊക്കെ തുടച്ച് ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങളെയും ദാ ആ കായലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മിടുക്കി കുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെ വാ. വാ. ഗംഗേ, ഗംഗേ, നീ എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു. എന്താ കൊച്ചമ്മേ? ഓ, നിന്നോട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അത് ഞാൻ മുറിയിൽ കൊണ്ടുവച്ചിട്ട് നേരെ എത്രയായി? അതിപ്പോ തണുത്ത് കാണും. അത് ഞാൻ കണ്ടോ? നിനക്കൊന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ആ നേരത്ത് കൊച്ചമ്മ ഫോൺ ചെയ്യുമായിരുന്നു. അത് ശരി. ആ തക്കത്തിന് നീ ഇവിടെ വന്നിരുന്ന് സ്വപ്നം കാണാനും തുടങ്ങി. കൊള്ളാം. ഞാൻ കണ്ടോണ്ടിരുന്നതേ സ്വപ്നം തന്നെയാ. പക്ഷേ അത് കൊച്ചമ്മയും കൂടി കാണേണ്ട സ്വപ്നമാ. അതെന്താടി? അത് ഞാൻ പറയാം. ആ അല്ലി ടീച്ചറിനെയാ ഞാൻ സ്വപ്നത്തിൽ കണ്ടോണ്ടിരുന്നത്. ആ, അത് ശരി. ആ നശിച്ചവളെ സ്വപ്നം കണ്ടോണ്ടിരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? കൊച്ചമ്മ ഇങ്ങനെ കോപിക്കാതെ. ഞാൻ കണ്ട സ്വപ്നം എന്താന്നുകൂടി കേൾക്ക്. എന്താ പറ. മാർത്താണ്ഡ സ്കൂളിലെ ടീച്ചർ ഉദ്യോഗം പോയി തോളിലൊരു ബാഗും തൂക്കി കണ്ണീരോടെ ഈ കുട്ടനാട്ടിൽ നിന്ന് ബസ് കയറി മറ്റേതോ നാട്ടിലേക്ക് പോകുന്ന അല്ലിയയാ ഞാൻ സ്വപ്നം കണ്ടത്. ഓ, ഇതാണോ? ഞാൻ കരുതി നടക്കുന്ന വല്ല സ്വപ്നം ആയിരിക്കുമെന്ന്. നടക്കും കൊച്ചമ്മേ, നടക്കും. എങ്ങനെ നടക്കാനാ? നമ്മള് പല പണിയും നോക്കിയതല്ലേ, എന്നിട്ട് നടന്നോ? ഇല്ലല്ലോ. സത്യം പറ, ആ പണം എവിടെ? സ്കൂളിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ എടുത്ത 4 ലക്ഷം രൂപ എവിടെയെന്ന്?